അപ്പോൾ ഇത് നിങ്ങളുടെ NSS അതായത് കരയോഗത്തിൽ നിന്ന് കിട്ടിയതാണത് ഈ ഒരു പാക്കറ്റ്. പിന്നെ ഇതാ ഒരു പാക്കറ്റ് ഇത് ഞങ്ങളുടെ ഗ്രാൻഡ് ഫ്രഷ് എന്ന് ഇവിടെ ഹോം ഡെലിവറി ചെയ്യുമ്പോൾ അവർ കൊറോണയ്ക്ക് ശേഷം കൊറോണ തുടങ്ങി ഞാൻ അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കണേ. അപ്പോൾ അവർ ഫ്രീ ആയിട്ട് തന്നതാണ് വിഷുവിന് ഇത്. അപ്പോൾ അന്ന് ഞാൻ ഉരുളിയിലാണ് പാലട വെച്ചത്. ഇതിൻ്റെ പകുതി എടുത്തുള്ളൂ കേട്ടോ. ഈ ഇതിലുള്ള പാക്കറ്റിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ട് അന്ന് വിഷുവിന് വെച്ചത്. ഇപ്പം ഇന്ന് ഞാൻ കുക്കറിലൊന്ന് വെച്ച് നോക്കട്ടെ എന്ന് എഴുതിയതാണ്. കുക്കറിൽ ഞാൻ ആദ്യം, പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. അതായത് ഞാൻ ഇത് പാത്രം നല്ലോണം ചൂടായി, കത്രിക നോക്കിയിട്ട് കണ്ടില്ല പാല് പാക്കറ്റ് പൊട്ടിച്ചൊഴിക്കാൻ. പെട്ടെന്ന് അതിലേക്ക് ഒഴിച്ചപ്പോൾ എൻ്റെ കയ്യിൻ്റെ ഇതിലേക്ക് മീതിലേക്ക് ഇത് ആവി വന്ന് ഞാനിപ്പോൾ മരുന്ന് വരട്ടിയിരിക്കുകയാണ് ഇതിൽ ബെർണോൾ. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണം, അങ്ങനെ ആവി വരുന്നതൊക്കെ നോക്കണം കേട്ടോ. അങ്ങനെ തന്നെ എൻ്റെ കൈ പൊള്ളിയില്ല ഭാഗ്യത്തിന്. അപ്പോൾ അത് പോട്ടെ. അപ്പം ഞാനിത് കുക്കറിലൊരു 4-5 വിസിൽ വരുത്തി. ഇതൊരു അരമണിക്കൂർ വേവിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 4 വിസിൽ ആയപ്പോൾ ഇത് നല്ലോണം വെന്ത് കലങ്ങി നല്ല പാലട നല്ല കളറൊക്കെ വന്ന് നല്ല ഇത്തിരി കട്ടി കൂടുതലുണ്ട്. അപ്പോൾ ഇത്തിരി കൂടി പാലോ അല്ലെങ്കിൽ വെള്ളമോ തിളപ്പിച്ച് നമ്മൾ ഒഴിക്കണം. ഞാൻ പാലൊഴിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഞാൻ ഇതിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്തു. അതൊക്കെ ഉണ്ട് അതിൽ കേട്ടോ, പക്ഷേ അതൊക്കെ കുറച്ചേ ഉള്ളൂ എന്ന് മാത്രം. അപ്പോൾ അതൊക്കെ അതിലുണ്ട്. പിന്നെ പാല് ഇത് തിളച്ച് പോവാതെയൊക്കെ നോക്കണം കേട്ടോ. ഇതിലെന്ന് പറയുന്നത് അങ്ങനെ തിളച്ച് പുറത്തേക്ക് പോവില്ല. ഇതിൽ മാത്രമേ ആയുള്ളൂ ഉണ്ടോ, ഇങ്ങനെ പോയുള്ളൂ. നമ്മൾ അതൊക്കെ സൂക്ഷിക്കണം. സൂക്ഷിച്ചിട്ട് ഇതാക്കിയപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് ഇതിൽ. ഇങ്ങനെ പാലിവിടെ വെച്ചിട്ടുണ്ട്, കുറച്ച് അതും കൂടി ഇത്തിരി ഒഴിച്ച് നോക്കാം കേട്ടോ. ഇതിൽ പാലൊഴിച്ചപ്പോൾ ഒന്നും കൂടി ഒരു ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഇത്തിരി കൂടി ഇനി ഇരുന്ന് കഴിയുമ്പോൾ ഇനിയും ചിലപ്പോൾ കുറുകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് പാലും കൂടി, പാക്കറ്റ് വേണ്ട, ഒരു പാക്കറ്റിൻ്റെ പകുതി മതിയാവും. അപ്പോൾ ഞാൻ തിളപ്പിച്ച് അതിലേക്ക് ഒഴിക്കും. അപ്പോൾ റെഡിയാവും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, രത്നരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോ ആണിത്. എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം പറഞ്ഞില്ലല്ലേ നേരത്തെ, അപ്പോൾ സ്വാഗതം പറയുന്നു. അവസാനം നന്ദിയും പറയുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് കമൻറ്റ്. ഓക്കെ, താങ്ക് യു.